ഹായ്, വെൽക്കം ബാക്ക് ടു HR ടോക്സ് ബൈ അമേരിക്കൻ മലയാളി. ഇനി ഞാൻ HR റിലേറ്റഡ് ഒരു ടോപ്പിക്കേ അല്ല ചെയ്യുന്നത്. ഇനി ഞാൻ ചെയ്യുന്ന ഒരു റിവ്യൂ, ഒരു പ്രോഡക്റ്റിന്റെ ഒരു റിവ്യൂ ആണ്. ഇപ്പം എല്ലായിടത്തും എവിടെ യൂട്യൂബ് എപ്പോൾ തുറന്നാലും അല്ലെങ്കിൽ ഗൂഗിളിലോ ജസ്റ്റ് ഒന്ന് ക്രോം ഓപ്പൺ ചെയ്താൽ വരുന്നതാണ് പോർട്ടബിൾ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്ന ഒരു വാഷിംഗ് മെഷീൻ. അപ്പം ഞാനും വിചാരിച്ചു ഒന്ന് മേടിച്ച് നോക്കിയേക്കാന്ന്. അപ്പം അങ്ങനെ എനിക്ക് മേടിച്ചിട്ട് എൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണിത്. ഞാൻ അതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത്. അത് ഞാൻ മേടിച്ചൊരു 8 ലിറ്റർ ആണ്. വലിയ പൈസയൊന്നുമില്ല, ഏതാണ്ട് $25 to $30 ഇടയ്ക്കാണ് അതിൻ്റെ വരുന്നത്. ഒരു 8 ലിറ്റർ വരുന്നതാണ് ഞാൻ മേടിച്ചത്. അതെന്ന് പറയുമ്പം ഇത് വരുന്നത് ഇത്രയേ ഉള്ളൂ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ പോർട്ടബിൾ ആണ് സംഭവം. ഇത് നമ്മളിങ്ങനെ തുറന്നാൽ ജസ്റ്റ് ഇങ്ങനെ പുള്ളി ചെയ്താൽ ഇങ്ങനെയാണ് ഇൻസൈഡ് വരുന്നത്. അപ്പോൾ പുള്ളി ചെയ്താൽ നമ്മുടെ നോർമൽ വാഷിംഗ് മെഷീൻ്റെ അകവശം പുള്ളി ചെയ്താൽ ഇതൊരു താഴോട്ട് പോയി ഒരു ബക്കറ്റാവും. അങ്ങനെ ഇത് നമ്മളിങ്ങനെ എന്നാ പറഞ്ഞ ഇങ്ങനെ ഉന്തിയാൽ അതിങ്ങനെ ഒരു ബക്കറ്റാണ്. ഞാൻ ഇപ്പോൾ എന്തായാലും ഉന്തുന്നില്ല. അപ്പം നമ്മളത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ആ വെള്ളം പോകുന്നത് നമ്മൾ വെള്ളം മാനുവലി ഒഴിക്കണം കേട്ടോ. ഇങ്ങനെ കൊണ്ടേ ഒഴിക്കണം. ഇത് വെള്ളം പോകുന്ന സ്ലോട്ട്, പിന്നെ ചാർജ് ചെയ്യുന്ന സ്ലോട്ടും ഉണ്ട്. പിന്നെ 3 ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് ഓപ്പൺ ഇവിടെ കേട്ടോ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ബക്കറ്റ് ആകുമ്പോൾ കാണാം ഒരു 10 മിനിറ്റ്സ് വാഷ്, 15 മിനിറ്റ്സ് വാഷ്, പിന്നെ ഒരു 2 മിനിറ്റ്സ് ഡ്രൈയിങ്, അങ്ങനെ വരുന്നത്. അപ്പം ഇത് നമ്മൾ അത് ഓപ്പൺ ചെയ്തിട്ട് വെള്ളം ഒഴിക്കുക, സോപ്പ് പൊടി ഇടുക, തുണി ഇടുക. അപ്പം ഇത് അലക്കാൻ ഒരുമാതിരി 8 ലിറ്ററിൻ്റെ അത് മൊത്തം അലക്കാൻ പറ്റുമെങ്കിലും അലക്കുന്ന കുഴപ്പമില്ല. ആ ഒരു സ്പിൻ ചെയ്യുന്നുണ്ടല്ലോ, ആ സ്പിൻ ചെയ്യുന്ന ആ ഒരു സ്പീഡ് നമ്മുടെ അതിൻ്റെ സാധാരണ വാഷിംഗ് മെഷീൻ പോലെ തന്നെ. ചെളി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി ചെളി പോകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് കുറേ തുണികൾ കൊള്ളുമെങ്കിൽ പോലും നമ്മൾ ഡ്രൈ ചെയ്യാൻ അവർ നമുക്ക് തന്നിരിക്കുന്ന ഒരു ബാസ്ക്കറ്റ് ഇതാ. അപ്പം ഇതിൻ്റെ അകത്ത് കൊള്ളുന്ന സാധനങ്ങളെ ഡ്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ അടിയിൽ ആ സാധനത്തിലോട്ട് പിടിപ്പിച്ച് അലക്ക് കഴിയുമ്പോഴത്തേന് പിന്നെ നമ്മൾ ഡ്രൈ ചെയ്യാനുള്ള മോഡിലോട്ട് വിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്നത് എപ്പോഴും ഇതിൻ്റെ അകത്ത് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കൊള്ളുന്നിട്ട് വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നി എൻ്റെ പേഴ്സണൽ റിവ്യൂ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, പിള്ളേരുള്ള വീടുകളിലൊക്കെയാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ ഒരു യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അതും യൂസ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരു പിള്ളേർ 2-3 ക്ലോത്ത്സ് കൊള്ളും. വലിയവരുടെ ആണെങ്കിൽ ചിലപ്പോൾ 1-2 ടോപ്പ് കൊള്ളുമോ എന്ന് എനിക്ക്, ഈ വലിയ കട്ടിയില്ലാത്ത ടോപ്പാണെങ്കിൽ 1-2 കൊള്ളുമായിരിക്കും. വാഷിങ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വാഷിംഗ് മെഷീനെ ഡ്രയറിനെ കമ്പയർ ചെയ്യുമ്പം ഞാനിതൊരു വേസ്റ്റാന്നേ പറയത്തുള്ളൂ. ഇതിനേക്കാളും ക്ലീൻ ആയിട്ട് ഇവിടുത്തെ വാഷിംഗ് മെഷീനെ ക്ലീൻ ചെയ്ത് കിട്ടും. ഇവിടുത്തെ ഡ്രയറിൽ നിന്ന് എടുത്ത് നമുക്ക് ഉടനെ ഇടാമല്ലോ. എനിക്കിതൊക്കെ തോന്നി. ഇത് നാട്ടിലെ വാഷിംഗ് മെഷീൻ ഇപ്പോഴത്തെ എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ പറയുന്നത് ഇപ്പം നാട്ടിലെ വാഷിംഗ് മെഷീൻ അങ്ങനെയെന്ന് പറയുന്നവർക്കായി എനിക്ക് ഇപ്പോഴത്തെ വാഷിംഗ് മെഷീൻ്റെ അത്ര എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറയുന്നത് ഞാൻ 12th പഠിച്ചുകൊണ്ടിരുന്നപ്പം അല്ലെങ്കിൽ സ്കൂളിലെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ ഒത്തിരി ചെളിയൊന്നും പോകത്തില്ല. നമ്മൾ സ്കൂളിൽ ഡെയിലി ഇടുന്ന അങ്ങനത്തെ പുറത്ത് ജസ്റ്റ് ഇടുന്നത്, പറമ്പിൽ ഇപ്പം പണിയെടുക്കുന്ന ആൾക്കാർ അവരുടെ ഒന്നും ക്ലോത്ത്സ് വാഷിംഗ് മെഷീൻ ഇട്ട് അതിൻ്റെ ഒന്നും ചെളി പോകത്തില്ലായിരുന്നു. അപ്പം അതുപോലെയൊക്കെയാണ്. ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് പുറത്തിറങ്ങിയുന്നത് അല്ലെങ്കിൽ പിള്ളേരെ അതൊക്കെ അലക്കി എടുക്കാൻ ഇത് നല്ലതാണ്. ഡ്രയറും സെയിം എനിക്ക് നാട്ടിലെ ഡ്രയറാണ്. നാട്ടിലെ ഡ്രയർ നമ്മൾ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിഴിയുന്ന നന്നായിട്ട് മുറുക്കി പിഴിയുന്ന ആ വെള്ളം അങ്ങ് പോകത്തല്ലേ ഉള്ളൂ. ആ സെയിം എഫക്റ്റ് ആണ്. നമ്മൾ പിന്നെയും അതിനെ വിരിച്ചിട്ട് ഉണക്കണം. അല്ലാതെ ഇത് ഡയറക്റ്റ് എടുത്ത് നമുക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പം നാട്ടിലെ സെയിം വാഷിംഗ് മെഷീൻ ഡ്രയറിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതും പണ്ടത്തെ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ എനിക്ക് അറിയത്തില്ല. നന്നായി ഡ്രൈ ചെയ്ത് കിട്ടും. ആ ഒരു എഫക്റ്റ് ഇതിന് കിട്ടുന്നുണ്ട്. അല്ലാതെ എനിക്ക് ഒന്നും തോന്നില്ല. പിന്നെ ഭയങ്കര കുറച്ച് ക്ലോത്ത്സ്, ഇത് ഇത്രയും ഉണ്ടെങ്കിൽ, ഡ്രയർ ഇത്രയും ഉണ്ടെങ്കിൽ പോലും, ഇത് ഇത്രയേ ഉള്ളൂ ഉണ്ടെങ്കിൽ പോലും, നമ്മുടെ ഒരു ഫിംഗറിനേക്കാൾ ഒരു പൊടിക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ പോലും, വാഷിങ്ങിന് 8 ലിറ്ററിൽ കൊള്ളുമെങ്കിൽ പോലും ഡ്രൈ ചെയ്യാൻ ഈ ഒരു കുഞ്ഞു സാധനത്തിൽ അത് കൊള്ളുന്ന സാധനങ്ങൾ മാത്രമേ നമുക്ക് ഡ്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പറയുവാണെങ്കിൽ നമുക്ക് പിള്ളേരുള്ള വീടുകളിൽ, കുഞ്ഞു പിള്ളേരുള്ള വീടുകളിൽ 1-2 പെട്ടെന്ന് എന്തെങ്കിലും വാഷ് ചെയ്യാൻ, ഒരു ഡേർട്ട് പെട്ടെന്ന് പറ്റിയിട്ട് എന്തെങ്കിലും വാഷ് ചെയ്യാനാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം എന്നല്ലാതെ എനിക്കിത് യൂസ്ഫുൾ ആണ്. കാരണം എനിക്ക് പിള്ളേരുള്ളതുകൊണ്ട് എനിക്കിത് യൂസ്ഫുൾ ആണ്. അല്ലാതെ നിങ്ങളിപ്പം മേടിച്ച് ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എനിക്കത്തില്ല. പിന്നെ നമ്മൾ ലോങ് ഒരു ടൂറിന് പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് റിൻസ് ചെയ്തെടുത്ത് നമ്മളൊരു ഹോട്ടലിൽ എവിടെയെങ്കിലും ഒരു ഹാങ് ചെയ്താൽ ഒരു 2-3 അല്ലെങ്കിൽ ഒരു 4-5 hours കൊണ്ട് ഉണങ്ങി കിട്ടുന്ന അത്രയും ഡ്രൈ ചെയ്ത് നമുക്ക് കിട്ടും. അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഇത് യൂസ്ഫുൾ ആണ്. ഓക്കെ.